അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഫ്താർ സ്പെഷ്യൽ വീഡിയോ ആണ്. LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇഫ്താറിന് ഫോളോ ചെയ്യാവുന്ന ചില ഐഡിയകളാണ് ഈ വീഡിയോയിലുള്ളത്. 8 കോമ്പിനേഷൻ ഡിഷസ് ആണ് ഇതിലുള്ളത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഓരോ ഡിഷസും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണിത്. LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരുടെ സംശയമാണ് നോമ്പിന്റെ പ്രത്യേക മെനു ഉണ്ടോ എന്ന്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് നോമ്പിന് പ്രത്യേകിച്ച് മെനു ഒന്നുമില്ല. LCHF ഡയറ്റിൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും കഴിക്കേണ്ടത്. ആ കഴിക്കുന്ന ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റിനെ അത്താഴത്തിന്റെ സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും കഴിക്കുക. അതാണ് വേണ്ടത്. ഞാൻ ഇവിടെ 8 കോമ്പിനേഷൻ ഫുഡുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിലെ ഓരോ വീഡിയോയും ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. റെസിപ്പി വേണ്ടവർക്ക് റെഫർ ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യത്തെ റെസിപ്പിയിലോട്ട് പോകാം. നോമ്പ് തുറക്കുന്നതിന് വേണ്ടി വെള്ളം എടുക്കാം. സാധാരണ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ ബ്ലൂബെറി സ്മൂത്തി ആണ്. ബ്ലൂബെറിയും ചീസും എല്ലാം ചേർത്തുണ്ടാക്കിയതാണ്. ഇതിന്റെ കൂടെ തന്നെ സെർവ് ചെയ്യുന്നത് ഒരു സാലഡ് ആണ്. ഗ്രീൻ സാലഡ് ആണ് ഇത്. അവക്കാഡോയും കുക്കുംബറും എല്ലാം ചേർത്തുണ്ടാക്കിയ സാലഡാണ്. അതിന്റെ കൂടെ തന്നെ സെർവ് ചെയ്യുന്നത് ഇഡ്ഡലിയാണ്. കീറ്റോ സ്പെഷ്യൽ ഇഡ്ഡലിയാണ് ഇത്. ഇഡ്ഡലിക്ക് സൈഡ് ഡിഷായി സെർവ് ചെയ്യുന്നത് ചട്നിയാണ്. ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്. ഇനി അടുത്ത കോംബോ നോക്കാം. ഇവിടെ ഞാൻ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഡ്രിങ്ക് ആയി സെർവ് ചെയ്യുന്നത് സംഭാരമാണ്. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡ്രിങ്ക് ആണിത്. ഇതിന്റെ കൂടെ തന്നെ സെർവ് ചെയ്യുന്നത് തവ പനീറാണ്. കൂടെ ഒരു വെജിറ്റേറിയൻ ഡിഷായി സെർവ് ചെയ്യുന്നത് ചീരയാണ്. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന വെജിറ്റേറിയൻസിന് ഉപയോഗിക്കാവുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണിത്. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ നോക്കാം. നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഡ്രിങ്ക് ആയി സെർവ് ചെയ്യുന്നത് കുക്കുംബർ ലെമണേഡ് ആണ്. അടുത്തതായി ഞാൻ കുറച്ച് നട്ട്സും സെർവ് ചെയ്യുന്നുണ്ട്. ബദാമും വാൾനട്ടും ആണ് സെർവ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ മെയിൻ ഡിഷായി സെർവ് ചെയ്യുന്നത് മീൻ തലക്കറിയാണ്. മീൻ തല പീരയാണിത്. കൂടെ തന്നെ ഒരു സാലഡും സെർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധാരണ മിക്സഡ് വെജിറ്റബിൾ സാലഡ് ആണ് സെർവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാലാമത്തെ കോംബോ നോക്കാം. ഇവിടെയും നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അടുത്തതായി നല്ലൊരു ഡ്രിങ്ക് ആയി സെർവ് ചെയ്യുന്നത് ലെമണേഡ് ആണ്. സാധാരണ കീറ്റോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെമൺ ജ്യൂസ് ആണിത്. ഇതിന്റെ കൂടെ തന്നെ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോളിഫ്ലവർ പുട്ടും ബീഫ് വരട്ടിയതും സെർവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇവയും. ഇനി നമുക്ക് അഞ്ചാമത്തെ കോമ്പിനേഷൻ നോക്കാം. നോമ്പ് തുറക്കാൻ വേണ്ടി വെള്ളം എടുക്കാം. ഇവിടെ ഞാൻ ഡ്രിങ്ക് ആയി സെർവ് ചെയ്യുന്നത് സംഭാരാണ്. ഇതിന്റെ കൂടെ മിക്സഡ് വെജിറ്റബിൾ സാലഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു അവോക്കാഡോ സാലഡ് ആണ്. കൂടെ തന്നെ ബദാം ദോശയുണ്ട്. ബദാം ദോശയ്ക്ക് സൈഡ് ഡിഷായി സെർവ് ചെയ്യുന്നത് ടൊമാറ്റോ ചട്നിയാണ്. ദോശ മിസ് ചെയ്യുന്നവർക്ക് പരീക്ഷിക്കാവുന്നതാണിത്. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കാം.
നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഡ്രിങ്ക് ആയി സെർവ് ചെയ്യുന്നത് മിന്റ് ലെമണേഡ് ആണ്. കൂടെ കുറച്ച് മിക്സഡ് വെജിറ്റബിൾ സാലഡും കീറ്റോ ഫ്രണ്ട്ലി പിസയും സെർവ് ചെയ്യുന്നുണ്ട്. കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെജിറ്റേറിയൻ പിസയാണിത്. മഷ്റൂം പിസയാണിത്. ഇനി നമുക്ക് ഏഴാമത്തെ കോമ്പിനേഷൻ നോക്കാം. ഇവിടെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നല്ലൊരു ഡ്രിങ്ക് ആണ് സെർവ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ അവോക്കാഡോ ജ്യൂസ് ആണ്. കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അവോക്കാഡോ ജ്യൂസ് ആണ്. മെയിൻ ഡിഷായി ഞാൻ സെർവ് ചെയ്യുന്നത് ഫ്ലാക്സ് സീഡ്സ് കൊണ്ടുള്ള പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തി എന്നെല്ലാം പറയാം. ഇതാണ് സെർവ് ചെയ്യുന്നത്. ഇതിന് സൈഡ് ഡിഷായി സെർവ് ചെയ്യുന്നത് ബീഫ് വരട്ടിയതുമാണ്. വളരെ വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇവ രണ്ടും. നോമ്പ് കാലത്ത് ചപ്പാത്തിയും പത്തിരിയും എല്ലാം മിസ് ചെയ്യുന്നവർക്ക് ഫ്ലാക്സ് സീഡ്സ് കൊണ്ടും ബദാം കൊണ്ടും എല്ലാം പത്തിരിയും ചപ്പാത്തിയും എല്ലാം തയ്യാറാക്കാം. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ നോക്കാം. നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ സെർവ് ചെയ്യുന്നത് നല്ലൊരു ജ്യൂസാണ്. വേറൊന്നുമല്ല, നമ്മുടെ തക്കാളി ഉപയോഗിച്ചുള്ള ഒരു ജ്യൂസാണ്, ടൊമാറ്റോ ജ്യൂസ്. കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൊമാറ്റോ ജ്യൂസാണ് ഇത്. ഇനി മെയിൻ ഡിഷായി സെർവ് ചെയ്യുന്നത് പാൻകേക്ക് ആണ്. മുട്ടയുടെ വെള്ള ഉപയോഗിച്ചുള്ള പാൻകേക്ക് ആണ് ഇത്. മുട്ടയുടെ വെള്ളയും തേങ്ങയും എല്ലാം ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള പാൻകേക്ക് ആണ്. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് കുക്കുംബർ സ്ലൈസ് ചെയ്തത് കൂടെ എടുത്തിട്ടുണ്ട്. സൈഡ് ഡിഷായി സെർവ് ചെയ്യുന്നത് മുട്ടക്കറിയാണ്. മുട്ടയുടെ മഞ്ഞ ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള മുട്ടക്കറിയാണ് ഇത്. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന കീറ്റോ അല്ലെങ്കിൽ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇഫ്താറിന് ട്രൈ ചെയ്യാവുന്ന ചില റെസിപ്പികളാണിത്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന ചില ഐഡിയാസ് മാത്രമാണിത്.